അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ മദ്രസ ക്ലാസ്സുകളൊക്കെ ഒരു പരീക്ഷാ ചൂടിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം നമ്മുടെ മുന്നിൽ വെറും 1-2 മാസങ്ങൾ മാത്രം ആണ് ഇത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ തന്നെ പരീക്ഷയ്ക്കുള്ള പാഠങ്ങൾ മൊത്തം തീർക്കണം. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾക്ക് മുന്നിൽ കുറഞ്ഞ സമയം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, പരീക്ഷയ്ക്കുള്ള പാഠങ്ങളൊന്ന് റിവിഷൻ ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത് ഫിഖ്ഹിലെ ആദ്യത്തെ പാഠമാണ്. ഫിഖ്ഹിൽ നമുക്ക് 8ാമത്തെ പാഠം മുതൽ അവസാനം വരെയാണ് പരീക്ഷയ്ക്കുള്ള സിലബസ് ആയിട്ട് വരുന്നത്. നമുക്ക് 5ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ ആദ്യത്തെ പാഠം ഖളാഉൽ ഹാജത്ത്, മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ പാഠത്തിലേക്ക് കിടക്കാം. 1ാമത്തെ പാഠമായിട്ട് വരുന്നത് ഖളാഉൽ ഹാജത്ത് എന്ന് പറയുന്ന പാഠമാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മുടെ കാര്യനിർവഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലമൂത്ര വിസർജനം നടത്തുന്നതിനെ പറ്റിയിട്ടാണ് ഈ പാഠത്തിൽ പറയുന്നത്. അതിലെങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് എന്ന് പറയുന്ന പാഠമാണത്. നമുക്ക് നേരെ പാഠത്തിലേക്ക് കിടക്കാം. നമ്മൾ എന്തിനാണ് വൃത്തിയാക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തൻസിഹു മിനൽ ബൗലി ഫഇന്ന ആമ്മത അദാബിൽ ഖബ്രി മിൻഹു. നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങളവിടെ ശുദ്ധിയാക്കണം. കാരണം ഖബറിൽ വെച്ച് എല്ലാവർക്കും കിട്ടുന്ന ശിക്ഷയുടെ ഒരു കാരണം എന്ന് പറയുന്നത് ഏതാണ്? ഈ മലമൂത്ര വിസർജനം നടത്തിയിട്ട് കൃത്യമായിട്ട് ശുദ്ധീകരിക്കാത്ത ആളുകൾക്കാണ്. ശുദ്ധീകരിക്കാത്തതിന്റെ പേരിലാണ് എല്ലാ ആളുകൾക്കും ശിക്ഷ ലഭിക്കുന്നത്. അപ്പോൾ മനോഹരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ മൂത്രമോ മലമോ പോലെയുള്ള വസ്തുക്കൾ വെള്ളമോ അതുപോലത്തെ വസ്തുക്കളോ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതിനെയാണ് മനോഹരിക്കുക എന്ന് പറയുന്നത്. ഇനി നമുക്ക് ശൗചാലയത്തിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ശൗചാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തേത് ചെരുപ്പ് ധരിക്കുക. രണ്ടാമത്തേത് തല മറക്കുക. പിന്നെ ബാത്റൂമിൽ കയറുമ്പോൾ ഇടത് കാല് വെച്ചിട്ടാണ് പ്രവേശിക്കേണ്ടത്. പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി. അല്ലാഹുവിന്റെ നാമത്തിൽ ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും കാവലിനെ തേടുന്നു എന്ന് പറയുന്ന ദുആ ചൊല്ലുക. പിന്നെ ബാത്റൂമിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അള്ളാഹുവിന്റെയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലിന്റെയോ പേര് പോലെയുള്ള ബഹുമാനിക്കുന്ന വസ്തുക്കളുള്ള ഒന്നും കയറ്റാൻ പാടില്ല. ഏതെങ്കിലും പേപ്പർ കഷ്ണങ്ങളോ വളയോ മാലയോ എന്തെങ്കിലുമൊക്കെ അള്ളാഹുവിന്റെയോ റസൂലിന്റെയോ തുടങ്ങി ബഹുമാനിക്കുന്ന എന്തെങ്കിലുമൊക്കെ നാമമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ബാത്റൂമിൽ കയറ്റാതെ അത് പുറത്തു വെക്കേണ്ടതാണ്. പിന്നീട് പറയുന്നത് ശൗചം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നേരത്തെ ശൗചാലയത്തിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ മനോഹരിക്കുമ്പോൾ ബാത്റൂമിൽ ശൗചം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടോ ഖിബിലയുടെ മുന്നിലേക്കോ പിന്നിലേക്കോ തിരിഞ്ഞു നിന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല. രണ്ടാമത്തേത് കാരണം ഇല്ലാതെ നിന്ന് മൂത്രമൊഴിക്കരുത്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇരുന്നു കൊണ്ട് തന്നെ മൂത്രമൊഴിക്കണം. പിന്നെ നിശ്ചല ജലത്തിൽ മലമൂത്ര വിസർജനം ചെയ്യരുത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യരുത്. അതുപോലെ വഴിയിലോ നടപ്പാതയിലോ ആളുകൾ ഇരുന്ന് വിശ്രമിക്കുന്ന സ്ഥലത്തോ അതുപോലെ തന്നെ മരത്തണലുകളിലോ കുഴിമാടങ്ങളിലോ മാളങ്ങളിലോ ആളുകൾ സംസാരിക്കാൻ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിലോ അതുപോലെ തന്നെ ഫലം കായ്ക്കുന്ന മരത്തിന് കീഴിലോ ഒന്നും മൂത്രമൊഴിക്കാൻ പാടില്ല. അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്ഥലങ്ങളാണ്. കാരണം ഇവിടെയെല്ലാം മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ആകെ വാസന പരക്കും. അതുകൊണ്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ നിന്ന് മാറിയിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് മൂത്രം ഒഴിക്കേണ്ടത്. മലമൂത്ര സമയത്ത് ആവശ്യമില്ലാതെ സംസാരിക്കാതിരിക്കണം. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? മലമൂത്ര വിസർജനം നടത്തിയിട്ട് അതിലേക്ക് തുപ്പാനൊന്നും പാടില്ല. ഇത്തരം കാര്യങ്ങളാണ് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് വരുന്നത്. ഇനി പറയുന്നത് മലമൂത്ര വിസർജന സമയത്ത് കറാഹത്തുള്ള വെറുക്കപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി പറയുന്നത് മലമൂത്ര വിസർജനത്തിന്റെ മര്യാദകളാണ്. എന്താണ് മലമൂത്ര വിസർജനത്തിന്റെ മര്യാദകൾ? നമ്മൾ ബാത്റൂമിൽ പോയിട്ട് ഇരുന്ന് മൂത്രമൊഴിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇടതുവശത്തേക്ക് ചെരിഞ്ഞ് ഇടത് കാലിൽ കൂടുതൽ ബലം കൊടുത്തിട്ടാണ് ഇരിക്കേണ്ടത്. പിന്നെ ബാത്റൂമിൽ എന്ത് ചെയ്യാൻ പാടില്ല? അധികം സമയം ഇരിക്കാൻ പാടില്ല. നമ്മുടെ ആവശ്യക്കാര്യ നിർവഹണം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിൽ നിന്ന് പെട്ടെന്ന് തന്നെ പോരണം. പിന്നെ എന്ത് ചെയ്യണം? ശുചീകരിച്ച ശേഷം
അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി എന്ന് പറയുന്ന ദുആ ചെയ്യേണ്ടതാണ്. പിന്നീട് ബാത്റൂമിൽ നിന്ന് പുറത്തു വരുമ്പോൾ എന്ത് ചെയ്യണം? വലത് കാല് വെച്ചിട്ടാണ് ബാത്റൂമിൽ നിന്ന് പുറത്ത് കടക്കേണ്ടത്. ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ ഇടത് കാല് വെച്ചിട്ട് കടക്കണം. കടക്കുമ്പോൾ ഇടത് കാല്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലത് കാലും വെച്ചിട്ടാണ് ഇറങ്ങേണ്ടത്. എന്നിട്ട് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നി അൽ അദാ വഅഫാനി എന്ന് പറയുന്ന ഈ ദുആ കൂടി ചെയ്യുക. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ശുദ്ധീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ശുദ്ധീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ പുറത്തു വരുന്ന മുഴുവൻ അഴുക്കുകളും വൃത്തിയാക്കൽ വാജിബാണ്, നിർബന്ധമാണ്. ഏതെങ്കിലുമൊക്കെ അഴുക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് നമ്മൾ വൃത്തിയാക്കേണ്ടതുണ്ട്. പിന്നീട് എന്താണ്? വെള്ളമോ അതുപോലത്തെ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചാണ് വൃത്തിയാക്കേണ്ടത്. കല്ലോ ഇലയോ അങ്ങനെ എന്ത് വേണേലും ഉപയോഗിക്കാം. പരമാവധി വെള്ളം തന്നെ ഉപയോഗിക്കാൻ നോക്കണം. കാരണമൊന്നുമില്ലെങ്കിൽ ഇടത് കൈ ഉപയോഗിച്ചാണ് വൃത്തിയാക്കേണ്ടത്. നമ്മൾ മലമൂത്ര വിസർജനം നടത്തിയിട്ട് വൃത്തിയാക്കാൻ ഉപയോഗിക്കേണ്ട കൈയായിട്ട് വരുന്നത് എന്താണ്? ഇടത് കൈയാണ്. പിന്നെ എന്തെങ്കിലും കാരണവശാൽ വല്ല അപകടമോ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് വലത് കൈ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിൽ നമ്മൾ ഇടത് കൈയാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ശുദ്ധിയായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം, ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ എന്ത് ചെയ്യണം? ശേഷം കൈകൾ സോപ്പ് പോലുള്ളവ ഉപയോഗിച്ചിട്ട് ശുദ്ധിയാക്കണം. ഇത്രയും കാര്യങ്ങളാണ് എന്ത്? മലമൂത്ര വിസർജനം നടത്തി കഴിഞ്ഞ് ശുദ്ധിയാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇപ്പൊ പഠിച്ചതിന്റെ ചോദ്യോത്തരം നോക്കാം. എന്താണ് ഇസ്തിൻജാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിധി എന്താണ്? ഇസ്തിൻജാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരിക്കുക, മലമൂത്ര വിസർജനം നടത്തി കഴിഞ്ഞിട്ട് ശുദ്ധീകരിക്കുന്നതിനാണ് ഇസ്തിൻജാ എന്ന് പറയുന്നത്. അതിന്റെ വിധി എന്താണ്? വാജിബാണ്. ഇനി പറയുന്ന ചോദ്യം, ശൗചാലയത്തിൽ പ്രവേശിക്കുമ്പോൾ പറയേണ്ട ദുആ ഏത്? എന്താണ്? ബാത്റൂമിൽ കടക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസി. ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നും അല്ലാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു. പിന്നെ അടുത്ത ചോദ്യം, ഇസ്തിൻജാ കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി എന്ന് പറയുന്ന ദുആ ചെയ്യേണ്ടതുണ്ട്. പിന്നീട് ശൗചാലയത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? പുറത്തു വരുമ്പോൾ ഏത് കാലാണ് ഉപയോഗിക്കേണ്ടത്? വലത് കാല് ഉപയോഗിച്ചിട്ടാണ് പുറത്ത് കടക്കേണ്ടത്. പിന്നെന്ത് പറയണം? ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നി അൽ അദാ വഅഫാനി എന്ന് പറയുന്ന ദുആ കൂടി ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. എന്തൊക്കെയാണ്? ദുഹൂല് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവേശിക്കുക, എൻ്റർ ചെയ്യുക എന്ന് പറയും. പിന്നെ ഖാത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോതിരത്തിനാണ് ഖാത്തം എന്ന് പറയുക. ഫർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഹ്യഭാഗത്തിനാണ് പറയുന്നത്. ഖുബ്സ് എന്ന് പറയുന്നത് എന്തിനാണ്? ആൺപിശാചിനും. ഖബായിസ് എന്ന് പറയുന്നത് പെൺപിശാചിനുമാണ്. ഇസാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീക്കം ചെയ്യുക എന്നാണ് പറയുന്നത്. സ്വാബൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോപ്പിനാണ് സ്വാബൂൻ എന്ന് പറയുന്നത്. ത്വരീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിക്കാണ് ത്വരീഖ് എന്ന് പറയുന്നത്. ബുസാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തുപ്പുക എന്നാണ് ബുസാഖ് എന്ന് പറയുന്നത്. ഹജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കല്ലിലാണ് ഹജർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പാഠത്തിൽ വീണ്ടും കാണാം. ഈ പറഞ്ഞതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.